Hi friends, welcome to my YouTube channel. Come walk with us. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കക്കാട് ഹരിത ഗാർഡൻ നഴ്സറിയിലെ ചെടികളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടാണ്. ഇവിടുത്തെ വെറൈറ്റീസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാം. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വരുന്നത് ചെമ്പരത്തി വരുന്നുണ്ട്, പിന്നെ മൊസാണ്ട. ഇത് അധികം സൈസ് വെക്കാത്ത ഒരു ടൈപ്പ് മൊസാണ്ടാണ്. ഓല് ചെടി പാമ്പുണ്ട്, പിന്നെ ഇല നമ്മൾ ഗാർഡനിൽ എന്താ പറയുക ഡിസൈൻ വെക്കുന്ന ഇലയുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ പറയുക ബോർഡറായിട്ട് കൊടുക്കുന്ന പോലത്തെ ചെടികളാണ് ഇതൊക്കെ. എൻട്രൻസ് കയറി വരുമ്പം തന്നെ പിന്നെ സഫ്ലവറിൻ്റെ വലിയ സൈസ് ഉണ്ട്. നമ്മൾ മുന്നേ എൻ്റെ വീട്ടിലൊക്കെ മുന്നേ ഉണ്ടായിരുന്നു ഇത്. വാട്ടർ ബാമ്പു ഉണ്ട്. ഇത് നമ്മളെ സാധാ ഓർക്കിഡാണ്. ഇതൊക്കെ നമ്മൾ ഷോപ്പീസിന് ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് വെക്കാൻ പറ്റിയ ചെടികളാണ്. നല്ല ഹെൽത്തി ആയിട്ടുണ്ട്, നല്ല കളർ കോമ്പിനേഷൻ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ചവാലി എന്നൊക്കെ പറയാം. അതിൻ്റെ ഒരു എന്താ പറയുക ക്രീപ്പർ വേർഷനാണ്. വള്ളി പോലെ തൂങ്ങിക്കിടന്നിട്ട് ഇങ്ങനെ ഫ്ലവർ ഉണ്ട്. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ട്. ഈ സൈഡ് കംപ്ലീറ്റ് വരുന്നത് നമ്മളെ ഇൻഡോറും ഔട്ട്ഡോറും വെക്കാൻ പറ്റും. കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമ്മളെ കലാത്തിയ ആ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ്സ് ആണ്. ബേർഡ് നെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കലാത്തിയ അഡീനിയം ആ ഒരു സെഷനിലോട്ടേക്ക് പോകുന്നതാണ് മെയിനായിട്ട് ഈ പ്ലാന്റ്സ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ബേർഡ് നെസ്റ്റ് തന്നെ ഒരുപാടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ചെടിയാണ് ബേർഡ് നെസ്റ്റ്. ഇതുപോലെ ഷോപ്പീസിനൊക്കെ നമുക്ക് നമ്മുടെ പുറത്തെ വരാന്തയിലൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ചെടികളുണ്ട്. നമ്മൾ പണ്ടേ ഇവരുടെ എടുത്തുന്ന ചട്ടിയും ചെടിയും ഒക്കെ എടുക്കാറ്. നല്ല ചെടിയും നല്ല ഹെൽത്തി ആയിട്ടുള്ളതും ഒന്നും നശിച്ചു പോയിട്ടില്ല ഇതുവരെ മേടിച്ചിട്ട്. അപ്പം ഇത് നമ്മുടെ പാമാണ്. നമുക്ക് ഡിസൈൻ ചെയ്തിട്ടൊക്കെ വീട്ടിൽ ഇൻഡോറിലും ഔട്ട്ഡോറിലും എല്ലാം ഒരുപോലെ വെക്കാൻ പറ്റിയ പാമാണ്. നല്ല തിക്കായിട്ടുള്ള ബുഷി പ്ലാന്റും പിന്നെ നല്ല ഗ്രീൻ കളറുമാണ്. അതേപോലെ തന്നെ എല്ലാം ഇത് നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റുകയാണ്. വെയിലത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു കൈൻഡ് ഓഫ് ചെടികളാണ്. പാമുണ്ട്, ഇലച്ചെടികൾ വരുന്നുണ്ട്. ഈ ഒരു ചെടിയൊക്കെ നമുക്ക് ഒരുപോലെ. പിന്നെ ഹൈഡ്രാഞ്ചിൻ്റെ വെറൈറ്റി വരുന്നുണ്ട്. പിന്നെ ഹാങ്ങിങ് ഇത് മണി പ്ലാന്റിൽ തന്നെ ഒരുപാട് ഹാങ്ങിങ് വെറൈറ്റിയിലുള്ള. ഇതാണ് നമ്മുടെ ഹോയ എന്ന് പറയുന്ന വാക്സ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, ഹോയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി. ശരിയായ വാക്സിൻ്റെ ഒരു പൂവ് പോലെ തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമാണ്. ഇതും ആ ഒരു എന്താ പറയുക വിഭാഗത്തിൽ പെട്ട പോലെ തന്നെ. ഇതൊക്കെ നമുക്ക് പുറത്ത് നടാൻ പറ്റിയ ചെടികളാണ്. ഫ്ലവർ വരുന്ന ചെമ്പരത്തി ഉണ്ട്. ഇതെല്ലാം നമ്മൾ എൻട്രൻസിൽ നമുക്ക് ഡെക്കറേഷനായിട്ട് നട്ട് കൈവറ്റിൽ ഇങ്ങനെ ഒരു റോ ആയിട്ട് നട്ട് കൊടുക്കാൻ പറ്റിയ ഇതാണ്. നമ്മുടെ മതിലിന് ചുറ്റും ഗേറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഉള്ളത് സപ്പോർട്ടിങ് ജാമ്പക്കയാണ് ഉള്ളത്. ഇതൊക്കെ മിനിയേച്ചർ, അതായത് ചെറിയ സൈസിൽ തന്നെ നമുക്ക് കായ് ഉണ്ടാകുന്ന സപ്പോർട്ടിങ് ജാമ്പക്കയാണ്. അപ്പം അതിൻ്റെ ഒരുപാട് തൈകൾ നമ്മൾ ഇത് ഇനി അടുത്തത് കാണുന്നത് സപ്പോർട്ടിങ് ജാമ്പക്കയാണ്. ഇത് മിനിയേച്ചറാണ്. നമുക്ക് ഇതുപോലെ തന്നെ കൊണ്ടുപോയിട്ട് അങ്ങ് വെച്ചു കൊടുക്കുകയോ വേണ്ടു. വേറെ ഒന്നിൻ്റെ ആവശ്യവുമില്ല. ഈ ഒരു സൈസിൽ തന്നെ ഇതാ പൂത്തിട്ട് ഇതാ എല്ലാം പൂത്ത് കായ് വരാൻ വേണ്ടി ഇതാ നിൽക്കുകയാണ്. എല്ലാത്തിൻ്റെ മേലെ ഇതുപോലെയുണ്ട്. ഇത് നമ്മളെ തൊടിയിലൊക്കെ സാധാരണ കണ്ടുവരുന്ന വൈറ്റ് ഫ്ലവർ വരുന്ന റബ്ബർ പ്ലാന്റ് ആണ്. ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ വരുന്ന റബ്ബർ പ്ലാന്റ് ഉണ്ട്. കളറ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 3 ടൈപ്പിലുള്ള വന്നിട്ടുണ്ട്. ഗ്രീന്, ഒരു ഇങ്ങനത്തെ ബ്രൗണ്, പിന്നെ ഒരു ഡിഫറെൻറ്റ് കളറിലുള്ള. പിന്നെ ഇതും ഒരു ഔട്ട്ഡോർ വെക്കാൻ പറ്റിയ ചെടിയാണ്. ഇത് കണ്ടോ ഒരു അടിപൊളി. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇങ്ങനത്തെ ഒരു കളർ ഫ്ലവറാണ്. നല്ല യെല്ലോ ആയിരിക്കും. ഇത് കുറച്ച് പെയിലായതാണ്. പിന്നെ റോസസ് ഉണ്ട് കുറേ. ഇതൊരു വെറൈറ്റി കളർ തോട്ടവാഴയാണ്. ഈ ഒരു കോമ്പിനേഷൻ എവിടെയൊക്കെയോ വയനാടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല അട്രാക്റ്റീവാണ്. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആക്ച്വലി ഇത് മുന്നേ ഓർമ്മയുണ്ടായിരുന്നു. ഇത് നമ്മളെ എൻട്രൻസിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി ചെടിയാണ്. മോൾസിൻ്റെ പുറത്തൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട് ഈ ചെടി വെച്ചിട്ട്. ഇങ്ങനെ തന്നെയാണ് ഇത് ഉണ്ടാവുക കാണാൻ വേണ്ടിയിട്ട്. ഇത് ഇതുപോലെ തന്നെ കൊണ്ടങ്ങ് വെച്ച് കൊടുക്കുകയുണ്ട്. ചട്ട ലെമണാണ്, നല്ല മുള്ളുണ്ട്. അപ്പോൾ ഇത് കണ്ടോ ലെമൺ ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ബുഷ് എന്താ പറയുക കൊല പോലെ ഉണ്ടായിട്ട് ഹാങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെടിയുമലാണ് ഇത്രയും ലെമൺ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സൈഡിൽ കംപ്ലീറ്റ് വരുന്നത് നമ്മുടെ ബൊഗൈൻവില്ല വരുന്നുണ്ട്. പിന്നെ മൊസാണ്ടം വരുന്നുണ്ട്. മൊസാണ്ട കുറേ കളേഴ്സ് മൊസാണ്ട ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒരുപോലെ വെക്കാൻ പറ്റിയ ചെടികളാണ് കുറേയൊക്കെ വന്നിട്ടുള്ളത്. അപ്പം മെയിനായിട്ട് ഈ ഏരിയയിൽ വരുന്നത് അതൊക്കെയാണ്. ഇത് കട്ട് ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുള്ള ഒരു എന്താ പറയുക ഔട്ട്ഡോറിൽ നമുക്ക് സ്റ്റൈലിങ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ്. ഇതൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല കളർ കോമ്പിനേഷനാണ്. ഗോൾഡൻ കാസ്കേഡ് അല്ല, പക്ഷെ അതുപോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു ചെടിയായിരുന്നു.
ഇപ്പൊ കണ്ടോ, ഇതുപോലെ എന്താ പറയുക, ഇങ്ങനെ വരും നമുക്ക് ഫ്ലവേഴ്സ്, ബുഷി യെല്ലോ ആയിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ? തൊട്ടേ കണ്ടുവരുന്ന ഒരു ചെടിയാണ്. ഇതിങ്ങനെ കയറ്റി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, നിറച്ചും പൂക്കളും ഉണ്ടാവും. ഇത് നമ്മുടെ ഓർക്കിഡ്സ് ആണ്. എല്ലാവർക്കും അറിയാം, നമ്മൾ കോമൺ ആയിട്ട് എക്സിബിഷൻസിലും ഫ്ലവർ ഷോസിലൊക്കെ കണ്ടുവരുന്നത്. അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. എന്ത് ഭംഗിയാന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓർക്കിഡ്സ് ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. പിന്നെ ഈ സൈഡിൽ മണി പ്ലാന്റ്സ് വരുന്നത് ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവിടെ വരുന്നത്. എല്ലാം മിനിയേച്ചർ വേർഷൻ ആണ്. ഫേൺസ് വരുന്നുണ്ട്, മിനിയേച്ചർ വേർഷൻ, ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും കൂടി വരുന്നുണ്ട്. ഈ അടി ഫുള്ള് താഴെത്തറോ മണി പ്ലാന്റ് വെറൈറ്റി ആണ്. മേലത്തറോ കുറേയൊക്കെ നമ്മുടെ കലാത്തി, എഡീനിയം അതിലൊക്കെ വരുന്ന ചെടികളാണ്. ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വരുന്ന നമ്മൾ ആന്തൂറിയംസും കലാത്തി, എഡീനിയം ആ ഒരു ഇതിൽപ്പെട്ട ചെടികളാണ് ഫുള്ള് വരുന്നത്. ആന്തൂറിയം, എല്ലാ കളർ ആന്തൂറിയംസും അവൈലബിൾ ആണ്. എല്ലാം പൂവിട്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ടാവും. വെള്ള നമ്മുടെ സെറാമിക്കിലോ അല്ലാത്തതിലോ വെച്ചാൽ. പിന്നെ ഇത് നമ്മുടെ ZZ പ്ലാന്റ് ആണ്. എല്ലാവർക്കും അറിയാം, 2 കളർ ഉണ്ട്, രണ്ടും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ബുഷി ആയിട്ട് കണ്ടോ, കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എഡീനിയം, കലാത്തി അതിൽ വരുന്ന ചെടികളാണ്. മിനിയേച്ചറും ഉണ്ട്, വലിയ സൈസും ഉണ്ട്. പിന്നെ ഇതൊരു വെറൈറ്റി ചെടിയാണ്, നല്ല രസമുണ്ട് കാണാൻ. സെറാമിക് പോട്ട്സിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും. ഇത് ZZന്റെ ചെറിയ സൈസും വലിയ സൈസും, കംപ്ലീറ്റ് ZZ ആണ്. 2 കളർ ZZ അവൈലബിൾ ആണ്. എല്ലാം നല്ല തിക്ക് ആൻഡ് ബുഷി. ഫുള്ള് കാക്ടസ് വെറൈറ്റീസ് ആണ്. ചെറിയ മ്യൂറൽ പോട്ട്സിലൊക്കെ സെറാമിക്കിലൊക്കെ വെക്കാൻ പറ്റിയ എല്ലാ ടൈപ്പ് വെറൈറ്റീസും ഉണ്ട്. കാക്ടസിന്റെ ഈ കാണുന്ന ടേബിൾ ഫുള്ള് കാക്ടസ് വെറൈറ്റി ആണ്. പിന്നെ അഡീനിയം ഉണ്ട്, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതൊക്കെ ഓരോ നമ്മൾ ഫ്ലവർ ഷോസിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഫ്ലവേഴ്സ് ആണ്. പിന്നെ ഇതൊക്കെ നമുക്ക് ഔട്ട്ഡോർ ഒക്കെ വെക്കാൻ പറ്റിയ വലിയ വലിയ എല്ലാ ടൈപ്പ്. പിന്നെ ഇതൊക്കെ മിൽക്ക് ബാമ്പു ഒക്കെയാണ് വരുന്നത്. ഫേൺ ഉണ്ട്, ഒരുപാട് ഫേൺ വെറൈറ്റി വരുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ കംപ്ലീറ്റ് പാം, ഫേൺസ്, പിന്നെ കുറേ റെഡ് പാം, പല ടൈപ്പ് പാംസ്, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ്. ഇത് മിൽക്ക് ബാമ്പുവിൻ്റെ വേറൊരു ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ടാവും അതിൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ സൈഡൊക്കെ തെങ്ങിൻ തൈകളുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു മണി പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ആയിട്ടുള്ള റംബൂട്ടാൻ, മാംഗോസ്റ്റീൻ്റെ ഒക്കെ ചെറിയ വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ മിനിയേച്ചർ വേർഷനാണ് ഇൻഡോർ പ്ലാന്റിൻ്റെ. പിന്നെ ഇതും അതുപോലെ തന്നെ ഒരു മുള്ളു പോലത്തെ കാണാൻ കറ്റവാഴ പോലെയുള്ള ഒരു റെഡ് കളർ പ്ലാന്റ് ആണ്. അതിന്റെ ഗ്രീൻ ഉണ്ട്, അതിന്റെയൊക്കെ ചെറിയ സൈസും ഉണ്ട്, മിനിയേച്ചർ സൈസ് ഉണ്ട്. ഇത് ബോൺസായി ആണ്, നമുക്കറിയാം ചെറിയ കുള്ളൻ മരങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ഇലച്ചെടികളാണ്. എല്ലാം ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ വെക്കാൻ പറ്റിയ, പോട്ട്സിലൊക്കെ വെക്കാൻ പറ്റിയ പോലത്തെ വെറൈറ്റി സാധനങ്ങളാണ്. ഇതും എല്ലാം അതേപോലെ തന്നെ ചെറിയ സൈസിൽ വരുന്ന ചെടികളാണ്. ഇതൊക്കെ നമ്മുടെ എക്സോറ ഫാമിലിയിൽ വരുന്ന ചെടിയും കാര്യങ്ങളാണ്. കറിവേപ്പിലേന്റെ കുറേ തൈകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രൈഡൽ മുല്ല തൊട്ടപ്പുറം തന്നെയുണ്ട്. അതിൻ്റെ പോലത്തെ ഫാമിലിയിൽ വരുന്ന വേറൊരു ചെടിയാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇതെല്ലാം നമ്മുടെ ഹോം ഗ്രോണിൻ്റെ പുലാസൻ, പിന്നെ കുറേ ചക്കേൻ്റെ വെറൈറ്റി തൈകളൊക്കെയാണ്. വിയറ്റ്നാം ഉണ്ട്, പിന്നെ വിയറ്റ്നാമാണ് കൂടുതൽ കാണുന്നത്. പിന്നെ ഇപ്പുറം ഡെയിങ് സൂര്യ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്, അറിയുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും പറയുമ്പം. റംബൂട്ടാനുണ്ട്, എല്ലാ ഫ്രൂട്ട് തൈകളും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാങ്ങയുണ്ട്, പേരക്കയുണ്ട്, എല്ലാം ഉണ്ട്. ജാമ്പക്കയുണ്ട്, സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ട് തൂങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. ഇതിൽ വന്ന ഫ്ലവറാണിത്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല, ഒരു ഹാങ്ങിങ് ഒരു ഇത് നിൽക്കുന്ന പോലെയാണ്. ഇതാണ് ഫ്ലവർ, ഈ വയലറ്റ് കാണുന്നത്. ഇതൊക്കെ അതിൻ്റെ സ്റ്റൈലാണ്. നോക്കി എന്തൊരു ഭംഗിയാണ്, ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. സ്വീറ്റ് അമ്പഴമായിരിക്കണം മോസ്റ്റ്ലി, ഞാൻ ചോദിച്ചിട്ടില്ല. ഇതാണ് അമ്പഴങ്ങ നമ്മുടെ വരുന്നത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ മാംഗോ, മല്ലികയുണ്ട്, ദെൻ സ്റ്റാർ ഫ്രൂട്ട് ഹാങ് ചെയ്ത് കിടക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെടിയിൽ ഉണ്ടായി കിടക്കുന്ന ഫ്രൂട്ട്സ് ആണ്.
അസോള പോലത്തെ ചെറിയ ചെറിയ ചെടികൾ വളർത്തുന്ന, പിന്നെ പൂത്താലി, താമര, ഇതൊക്കെയാണ് മെയിനായിട്ട് ഈ പോട്ട്സിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഗപ്പീസ് ഒക്കെ ഉണ്ട്, കാരണം നമുക്ക് കൊതുവൊന്നും വരാതിരിക്കും. ഇത് ജാമ്പക്കയാണ്. ഇത് കോമൺ ആയിട്ട് അധികം വീട്ടിലും കാണുന്ന ഒരു ജാമ്പക്ക മരമാണ്. നല്ല ടേസ്റ്റുള്ള ജാമ്പക്കയാണ്. ഇത് വലിയ സൈസായി കഴിഞ്ഞാൽ നല്ല രുചിയാണ്. ഇതൊരു ചെടി ഷോന് വെക്കുന്ന പോലത്തെ ഒരു ഇലച്ചെടിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാം. പിന്നെ ഇത് പുലാസൻ, റംബൂട്ടൻ, മാംഗോസ്റ്റീൻ, നമ്മളെ ചതുര നെല്ലിക്ക, ഇതും ഒരു ഷോ പീസിന് വെക്കുന്ന ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് ചട്ടിയിൽ ഇതുപോലെ സെറ്റ് ചെയ്ത്. ഇതൊക്കെ നമ്മുടെ 4 മണി ചെടികളാണ്. എല്ലാ വീട്ടിലും കണ്ടുവരുന്ന എല്ലാ കളർ വെറൈറ്റി ഉണ്ട്. വൈറ്റ് ചെമ്പരത്തി പൂവുണ്ട്. പിന്നെ ഇതൊക്കെ ഇലച്ചെടികളാണ്. ഇതും കോമൺ ആയിട്ട് എല്ലായിടയ്ക്കും നമ്മൾ കണ്ടുവരുന്നത്. അതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതെല്ലാം 4 മണിപ്പൂവിന്റെ തൈകളാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഒരു വയലറ്റ്, ഈ പൂവൊക്കെ സ്വതവേ റെയറാണ്, അതിന്റെയൊക്കെ തൈകളുണ്ട്. പിന്നെ ഈ ഒരു ഇലച്ചെടിയുണ്ട്, അത് നല്ല കളർ കോമ്പിനേഷൻ. പിന്നെ ഇത് കണ്ടോ, ഒരു ഭയങ്കര നൈസായിട്ടുള്ള ഒരു ചെടിയാണ്. ബുഷി കാട് പോലെ ഒരു, പക്ഷെ അടിപൊളിയാണ് അതിന്റെ സൈഡിൽ കൂടെ നടക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ സൈഡിൽ തന്നെ ഒരു ഫ്ലവർ പോലത്തെ ഉണ്ടായി. ഇത് ഗ്രീൻ കളർ, ശരിയായ ബട്ടർഫ്ലൈ പോലെ തന്നെ ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട്. ഗ്രീൻ കളർ ബട്ടർഫ്ലൈ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇത് കണ്ടോ, ഇതിങ്ങനെ ഉണ്ടാവും കാണാൻ. അപ്പൊ നല്ലൊരു പുറത്തൊക്കെ വെച്ചു കൊടുത്താൽ ഭയങ്കര ഭംഗിയുണ്ടാവും, ബുഷിയായിട്ട് അത് ഉണ്ടാവുമ്പോൾ. ഈ ഇല കളർ കോമ്പിനേഷൻ അതും നല്ല ഉണ്ടായിരുന്നു. ഇപ്പൊ കണ്ട ചെടീന്റെ ഒരുപാട് ഫ്ലവേഴ്സ് ഇതാ ബട്ടർഫ്ലൈ പോലത്തെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ യെല്ലോ കളർ ഇതാ ഒരു ക്രീപ്പർ പോലത്തെ ഒരു ചെടി. ആ ഗ്രീൻ കളർ ഫ്ലവർ മാറും. പിന്നെ ഇത് ബൊഗെയിൻവില്ല നിറച്ചും പൂട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മേലെ ഒരു പന്തല് പോലെ തീർത്തിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ടത്. ഇതൊരു പിങ്ക് കളറാണ്. ആക്ച്വലി ഇതിന്റെ ഒന്നും പേരറിയില്ല. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. അപ്പൊ ഇതൊക്കെ നടന്ന് കാണാൻ ഒരുപാടുണ്ട് അവിടെ സ്പേസിൽ. ഇതും ഒരു ക്രീപ്പർ ഇങ്ങനെ ഹാങ് ചെയ്ത് വീഴുന്ന പോലത്തെ. ഇത് ഓറഞ്ച് കോമൺ ആയിട്ട് ഇപ്പൊ ഞാൻ ഫ്ലവർ ഷോന്റെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വലിയ മരം പോലെയാവും, പക്ഷെ നല്ല ഭംഗിയാണ്, നിറച്ചും പൂക്കളുണ്ട്. ഇത് വയലറ്റ് കളർ ബൊഗൻവില്ലയാണ്. അതൊക്കെ ഒരുപാട് പൂട്ടിട്ടുണ്ട്. നല്ല വെയിലിന്റെ അടിക്കാണ്ട്. ഇതെല്ലാം ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല റെഡ് കളർ ഇതുപോലത്തെ ഫ്ലവർ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെയെല്ലാം ഒത്തിരി ക്രീപ്പർ ആയിട്ടുള്ള ചെടികളാണ് കൊടുത്തിട്ടുണ്ടായത്. ഇത് ഗോൾഡൻ കാസ്കേഡിന്റെ ഒക്കെ പോലത്തെ വേറൊരു വെറൈറ്റി ക്രീപ്പറാണ്. ഇത് നമ്മുടെ നാടൻ ചെമ്പകമാണ്, എല്ലാവർക്കും അറിയാം. ഇതൊരു മുല്ലയല്ല, മുല്ലേന്റെ ഫാമിലിയിലൊക്കെ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതൊക്കെ ക്രീപ്പേഴ്സ് ആണ്. പിന്നെ ഇത് പോട്ടിംഗ് മിക്സ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണ്ടുന്ന അനുസരിച്ച് ഇവിടെ നിന്ന് പോട്ടിൽ മിക്സ് ചെയ്തിട്ട് ചെടിയൊക്കെ ഇതുപോലെ തൈകളൊക്കെ വെച്ച് നട്ട് സെറ്റാക്കി തരും. ഇതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചെടിയാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ചട്ടികളാണ് വരുന്നത്. താമര നടാനുള്ള ചട്ടി. ഇത് കണ്ടോ, താമര നട്ട് വെച്ചിട്ടുണ്ട്. നടാനുള്ള ഒരുപാട് പോട്ടുണ്ട്. പിന്നെ അല്ലാത്ത ചെടികൾ, സാധാ ബുഷി ചെടികളൊക്കെ നടാനുള്ള കുറേ ടൈപ്പ് പോട്ട്സ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വലിയൊരു ബാമ്പു ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല തണല് നൽകുന്നുണ്ട് അവിടെ വെച്ചുകൊണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ചെടികളൊക്കെ കുറേ വെറൈറ്റി ഉണ്ട്. ബൊഗെയിൻവില്ലേന്റെ കുറേ വെറൈറ്റി ഉണ്ട്. പിന്നെ ക്രീപ്പർ ടൈപ്പ് ഇത് കണ്ടു, ഇതൊരു വെറൈറ്റി സാധനം. തണ്ടുന്ന മേലെ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ബ്ലൂം ചെയ്ത് നിൽക്കുന്ന പോലെ ഉണ്ട്. ഗ്രീൻ കളർ തന്നെയാണ്. ഒരു വെറൈറ്റി സാധനമാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ബൊഗൻവില്ല. ബൊഗൻവില്ലയൊക്കെ നിറച്ചും പൂട്ടിന് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് നല്ല ഡാർക്ക് ഫ്ലവറും നല്ല ബുഷായിട്ടുള്ള ഫ്ലവറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് കുറേ വെറൈറ്റി ബൊഗൻവില്ലാസ് ഉണ്ട് അവിടെ. വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക ബുഷി ടൈപ്പ്, നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റിയ പോലത്തെ ചെടികളാണ് കുറേയൊക്കെ ഉണ്ടായത്. പിന്നെ ബൊഗൻവില്ലേന്റെ 2 കളർ ഇലയുള്ള ബൊഗൻവില്ലാസ് ഉണ്ട്. ഇപ്പൊ ഈ ഏരിയയിലും ഒക്കെ കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബുഷി ആയിട്ട് ഔട്ട്സൈഡിൽ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റിയതിന്റെ ഒരുപാട് തൈകളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇത് പേരക്കേന്റെ ഒക്കെ തൈയാണ്. ഇത് കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കണ്ടുവരുന്നത്. പിന്നെ അങ്ങോട്ട് പാമിന്റെ ഒക്കെ ചെടികളാണ് വരുന്നത്. നമ്മളെ റെഡ് പാം, അതൊക്കെ പോലത്തെ മിൽക്ക് ബാമ്പു റെഡ് പാം. പിന്നെ ഇത് പിങ്ക് കളർ ചെമ്പകം, ഇത് ഡാർക്ക് പിങ്ക്. ഇതൊക്കെ വെറൈറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഹരിത ഗാർഡൻ നഴ്സറി കക്കാടുള്ള. അപ്പം നമ്മുടെ ഗാർഡൻ നഴ്സറിന്റെ ഓവറോൾ വ്യൂ ആണ് ഈ കാണുന്നത്. ഈ കംപ്ലീറ്റ് ഇതാണ് നമ്മൾ കയറുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ചെടിയുടെ കാഴ്ചകളും വിശേഷങ്ങളും എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കക്കാട് ഹരിത ഗാർഡൻ നഴ്സറിയിലെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇവിടെ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് വിസിറ്റ് ചെയ്യുക.
ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്, ഫ്രൂട്ട്സ് എന്തും ആയിക്കോട്ടെ, നിങ്ങളെ ഗാർഡനിന് അനുയോജ്യമായിട്ടുള്ള എല്ലാത്തരം പ്ലാന്റ്സും ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല പോട്ടിംഗ് മിക്സും കാര്യങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്ത് തരും. നിങ്ങൾക്കിപ്പം ചെടി നടാനൊക്കെ ബുദ്ധിമുട്ടോ മടിയോ വയ്യായികയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചട്ടിയിലും മണ്ണും വളവും ഒക്കെ നിറച്ച് ചെടി നട്ടിട്ട് തരും. അപ്പോൾ എല്ലാ സർവീസസും അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പോട്ട്സ്, സെറാമിക് പോട്ട്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത ഒരു ഗാർഡൻ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും കീപ്പ് ഓൺ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.